സ്റ്റാർട്ട്. മാന്യ സദസ്സിന് ആദ്യമായി നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയ സുഹൃത്ത് അശ്വന്തിന് ഒരു വീട് ഒരു ഓണസമ്മാനമായി നൽകുന്ന ഒരു ചടങ്ങിലേക്കാണ്. കേരളത്തിലെ പ്രമുഖ ഫൈനാൻഷ്യൽ സ്റ്റോറായി അറിയപ്പെടുന്ന വയലിൽ ക്യാപിറ്റൽ എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ അശ്വന്തിന് ഒരു ഓണസമ്മാനം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. രാജേഷ് എന്ന വ്യക്തി വർഷങ്ങളായി ഞാനുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ ഒരു സ്വപ്നം അദ്ദേഹം ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും ഒരു ചാരിറ്റി ആയി ബന്ധപ്പെട്ട ഒരു വ്യക്തിയായത് കാരണം എന്നോട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. ഇതിന് വഴിയൊരുക്കിയ എല്ലാ ദൈവിക ശക്തികൾക്കും അദ്ദേഹത്തിൻ്റെ പാരൻസിനും എല്ലാവർക്കും പൊതുജനങ്ങൾക്കും അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തെ ഇന്നീ നിലയിലെത്തിച്ചതിന് നമ്മുടെ പ്രിയ പാർട്ട്ണറായ കെൻസ വെൽനസിന് അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. 1957 പ്രവർത്തനം ആരംഭിച്ച കെൻസ വെൽനസ് എന്ന ഹോസ്പിറ്റൽ ഗ്രൂപ്പ് അതിൻ്റെ മാർക്കറ്റിംഗ് പാർട്ട്ണറായി വയലിൽ ക്യാപിറ്റലിന് കഴിഞ്ഞ മാസം നിശ്ചയിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും. അതിൻ്റെ ഒരു സൈറ്റ് വിസിറ്റുമായി ഞങ്ങൾ നാളെ വയനാട് പോവുകയാണ്. അവരുടെ ആദ്യത്തെ പ്രൊജക്റ്റ് വിശദമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വയനാട് നാളെ ഞങ്ങൾ പോയി കാണുകയാണ്. അടുത്ത വയനാട് പ്രൊജക്റ്റിന് ശേഷം മുന്നാർ, അങ്ങനെ കേരളത്തിൻ്റെ 14 ജില്ലകളിലും കെൻസയുടെ പ്രൊജക്റ്റുകൾ വരാൻ പോവുകയാണ്. അതിന് എല്ലാ ഭാവുകങ്ങളും നമുക്ക് ഇന്ന് തന്നെ ഉണ്ട്. ഒപ്പം രാജേഷ് കടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബാങ്കേഴ്സായ HDFC, ICICI, അതുപോലെ ഇൻഷുറൻസ് പാർട്ട്നേഴ്സായ റിലയൻസ്, PNB, MetLife, ICICI പ്രൊഡൻഷ്യൽ, സ്റ്റാർ ഹെൽത്ത്, അതുപോലെ നമ്മുടെ അടുത്ത പ്രൊജക്റ്റായ ലൈഫോണിക്സിൻ്റെ ചെയർമാനായ അനൂപ് സർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പാർട്ട്ണർ രതീഷും കൂടെയുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5 ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഏറെയാണ്. ഒന്ന്, നമ്മുടെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീ സർവേപ്പള്ളി രാധാകൃഷ്ണൻ സാറിൻ്റെ ജന്മദിനമാണ്, അധ്യാപക ദിനമാണ്. അതുപോലെ മദർ തെരേസയുടെ മരണദിനം കൂടിയാണ്. ഈ ദിനം ലോകം മുഴുവൻ ഇന്ന് വേൾഡ് ചാരിറ്റി ഡേ ആയി അംഗീകരിച്ചിരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ തന്നെ ഒരു ഓണസമ്മാനം നമ്മുടെ പ്രിയ സുഹൃത്ത് അശ്വന്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് തികച്ചും ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന അശ്വന്തിൻ്റെ കുടുംബാംഗം ശ്രീ മഹേഷ്, അമ്മ പ്രജില, അശ്വന്ത്, അതുപോലെ ദീപികയുടെ കറസ്പോണ്ടന്റ് ശ്രീ നവാസ് മേത്തോ സർ, ക്ലബ് എഫിൻ്റെ പ്രതിനിധിയായി ശ്രീ പ്രസാദ്, ജയമോഹൻ സർ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീമതി സ്മിതയുടെ ഹസ്ബൻഡ് കൂടിയാണ് ജയമോഹൻ, അതുപോലെ ഡോക്ടർ അനു ലൈഫോണിക്സ് എന്ന സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റും കൂടി ഞങ്ങൾ അടുത്ത കാലത്ത് തന്നെ അനൗൺസ് ചെയ്യുന്നതാണ്. ചെറിയ രീതിയിൽ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇനി വരും മാസങ്ങളിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായ വിവരങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ മഹത് വ്യക്തിത്വങ്ങളെയൊക്കെ ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആ ചടങ്ങ് ഞാൻ നിർവഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഇനിയും വരും നാളുകളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണവും കോർപ്പറേഷൻ നമുക്ക് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രകൾ ഈസിയായി നടത്താൻ പറ്റുള്ളൂ. ഇത് ഒരു പാർട്ടിയെ കൂടി എനിക്ക് ഇവിടെ മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതായത് വയൽ ക്യാപിറ്റലിൻ്റെ എല്ലാമായ അവരുടെ സ്റ്റാഫുകൾ, അവർക്ക് കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
അടുത്തതായി ഈ നമ്മുടെ ഓണസമ്മാനമായിട്ടുള്ള ഒരു ചെക്ക് അശ്വന്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറാൻ വേണ്ടി ദീപികയുടെ കറസ്പോണ്ടന്റ് ശ്രീ നവാസ് മെത്ത സാറിനെ ഞാൻ ഫോട്ടോ എടുക്കണം. കവറിലേക്ക് വെച്ചോ. സുഹൃത്തുക്കളെ, വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത്. വയലിൻ ഗ്രൂപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ നല്ലൊരു തുടക്കം, അതും ഈ അധ്യാപക ദിനത്തിൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ലോകം അംഗീകരിച്ച ദിനത്തിൽ തന്നെ അശ്വന്ത് എന്ന നമ്മുടെ സഹോദരന് വയലിൻ ക്യാപിറ്റൽ നൽകിയ ഓണസമ്മാനം. ഇത്തരത്തിൽ 100 സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവനരഹിതരായ 100 കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള സമ്മാനങ്ങൾ തങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് വയലിൻ ക്യാപിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ രാജേഷ് വയലിൻ നമ്മോട് അതിന്റെ തുടക്കമാണ് ഇന്നിവിടെ ഉണ്ടായത്. ഇത് നമ്മളിപ്പോൾ ഒരു പുതിയ മുദ്രാവാക്യമാണ് ലോകത്ത് ഉയർന്നു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ടത് എന്ന്. സൗജന്യം എന്ന വാക്കിന് സത്യത്തിൽ പ്രസക്തിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ വരുന്ന സമ്പത്തൊന്നും നമ്മളുടെ മാത്രം പ്രയത്നം കൊണ്ടല്ല നമ്മുടെ കയ്യിൽ വരുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ നമ്മൾ സൗകര്യപൂർവ്വം അത് പലപ്പോഴും മറക്കുകയാണ്. നമ്മൾ വളർന്നു കഴിയുമ്പോൾ പറയും ഞാൻ എൻ്റെ കഴിവുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം നേടിയത് എന്ന് പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ളത്. സാധാരണ മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണം, അവൻ തിന്നുന്ന, നമ്മളിപ്പം മലയാളികൾ പൊതുവെ കഴിക്കുന്ന ധാന്യമാണ്. ഈ ധാന്യം നമ്മുടെ കയ്യിൽ എത്തുന്നത് ആര് വഴിയാണ് എന്ന് ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഈ ധാന്യത്തിന് വേണ്ടി ഒരു പാടം അത് ഉഴുതുമറിക്കുന്നത് ഒരാളായി, അവിടെ അത് ഉഴുതുമറിക്കാൻ സഹായിക്കുന്ന ചിലപ്പോൾ 2 മൃഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരു ട്രാക്ടർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവിടെ വിത്തിടുന്നത് വേറൊരാളായി. ഇനി അവിടെ അത് വളർന്നു വന്നാൽ അതിൻ്റെ കള പറിക്കുന്നത് വേറൊരാളായി. അവിടുന്ന് അത് കൊയ്തെടുക്കുന്നത് ഒരാളായിരിക്കും. മെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അരി ധാന്യം അടർത്തിയെടുക്കുന്നത് വേറൊരാളായി. മില്ലിലെത്തിക്കുന്നത് വേറൊരാള്, മില്ലിലത് അരിയാക്കി പൊടിച്ചെടുക്കുന്നത്, അരിയാക്കി അത് മാറ്റുന്നത് വേറൊരാള്, കയറ്റുന്നത് ഒരാള്, ഇറക്കുന്നത് ഒരാള്, കടയിലെത്തിക്കുന്നത് ഒരാള്, കടയിലത് കോരി തൂക്കുന്ന ഒരാള്, വിൽക്കുന്ന ഒരാള്, പണം വാങ്ങുന്ന ഒരാള്, വീട്ടിലെത്തിക്കുന്നത് വേറൊരാള്. ഇങ്ങനെ 100 കണക്കിന് ആളുകളിലൂടെയാണ് നമ്മൾ ഏറ്റവും നമുക്ക് വേണ്ടപ്പെട്ട ഭക്ഷണതായി നമ്മുടെ മുന്നിൽ. ഇത് തന്നെയാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. നിങ്ങൾക്കായി ഈ ലോകത്തൊന്നും ചെയ്യാൻ കഴിയും. ലോകത്ത് ഒരു ദൈവവും നേരിട്ട് വന്ന് ഒരാളെ സഹായിച്ചിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിവിധ മതവിശ്വാസികളുണ്ട്. ദൈവം നേരിട്ട് വന്നിട്ട് ഈ ലോകത്ത് ആരെയും സഹായിച്ചതായിട്ട് നമ്മുടെ അറിവില്ല. നമ്മൾ പറയുമല്ലായിരുന്നു ദൈവം സഹായിക്കും. ദൈവത്തിന്റെ കരങ്ങളായി മനുഷ്യർ മാറുക എന്നത്, അതാണ് ഇവിടെ രാജേഷ് മാറിയിരിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളാകുക. വലിയ പ്രാർത്ഥനകൾ നടത്തുന്ന മനുഷ്യരുണ്ട്. പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ മനുഷ്യരും പ്രവർത്തിക്കുന്നവർ ദൈവങ്ങളുമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ തന്നെയാണ് ഈ ദൈവം കുടിയിരിക്കുന്നത്. ദൈവത്തിന്റെ കരങ്ങളാണ് മനുഷ്യൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് 100 വീടുകൾ അർഹതപ്പെട്ട മനുഷ്യരിൽ എത്തിച്ചു കൊടുക്കാൻ വയലിൻ ക്യാപിറ്റലിന്റെ നേതൃത്വം നൽകുന്ന രാജേഷ് വയലിൻ തീരുമാനിച്ചത്. നല്ല ഏറെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണിത്. എനിക്ക് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട് രാജേഷിനെ കുറിച്ച് പറയുന്നത്. എനിക്ക് ഒറ്റയൊരു കാര്യം പറയാനുള്ളൂ. ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും അതെല്ലാം അച്ചീവ് ചെയ്യുകയും ചെയ്തവരാണ്.
20 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നത് രാജേഷ് ഒരു MLM ബിസിനസ്സിൽ സജീവമായിരിക്കുമ്പോൾ മൂപ്പർക്ക് കിട്ടിയ ആദ്യത്തെ പൈസ, ഒരാൾക്ക് ആദ്യം കുറേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കും. രാജേഷിന് ആദ്യ സ്വപ്നം ഒരു കാർ എടുക്കുകയാണ്. അങ്ങനെ ഒരു സാൻഡ്രോ കാർ കിട്ടിയ പൈസ മുഴുവൻ മുടക്കി ഒരു സാൻഡ്രോ കാറുമായി എൻ്റെ ഓഫീസിലേക്ക് വന്ന രാജേഷിനെ ഞാൻ എന്നിട്ട് എന്നെയും ആ കാറിൽ കയറ്റി നേരെ ബാംഗ്ലൂർ കൊണ്ടു. മൈസൂർ ബാംഗ്ലൂരിലെല്ലാം കറങ്ങി 2-3 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചെത്തി. എന്ന് പറഞ്ഞാൽ ആരും ആലോചിക്കില്ല, കാരണം ഈ കിട്ടിയ പൈസ സൂക്ഷിച്ച് അങ്ങനെയൊക്കെ ആലോചിക്കുന്നതിനപ്പുറം എനിക്കൊരു കാർ എടുക്കണം എന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ സ്വപ്നം. അപ്പോൾ ഞാൻ എന്നോടിത് എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് സദാനന്ദൻ, എൻ്റെയും രാജേഷിൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു. നമ്മുടെ DFO ആയിരുന്ന ഉത്തമൻ്റെ ബ്രദറായിരുന്നു അദ്ദേഹം അകാലത്തിൽ ഞങ്ങളെ വിട്ടുപോയി. ഒരു സായാഹ്നത്തിൽ ഞാനും നമ്മുടെ പഴയ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ സജീവ് മാറുള്ളിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളോട് തോളത്ത് കൈതട്ടി സംസാരിച്ച് വീട്ടിലേക്ക് പോയ ഈ സദാനന്ദൻ എൻ്റെ മരണ വാർത്തയാണ് രാവിലെ 6 മണിക്ക്. അത് ചികിത്സ കാർഡിയാക് അറസ്റ്റ് വന്നപ്പോൾ അത് ഗ്യാസ് ട്രബിൾ ആണെന്ന് കരുതി ചുക്കുവെള്ളം കുടിച്ച് രാവിലെ വരെ കാത്തുനിന്ന സദാനന്ദനെ രാവിലെ 3 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു സദാനന്ദൻ. ആ സദാനന്ദനാണ് ഞങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച ഒരു കണ്ണി. അപ്പോൾ ഒരു ഇച്ഛാശക്തി എന്തായാലും രാജേഷിനുണ്ട്. അത് രാജേഷിൻ്റെ കരുത്താണ്. രാജേഷ് ആളുകളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ തലശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എനിക്ക് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരാളല്ല. പക്ഷെ എന്നാലും സമയം കണ്ടെത്തി ഞാൻ വന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ഈ വയലിൻ ക്യാപിറ്റലിൻ്റെ വളർച്ചയ്ക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനം വലിയ കരുത്താവും, അടിത്തറയാവും. കാരണം മനുഷ്യൻ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവൃത്തികളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മളിവിടെ സമ്പാദിക്കുന്ന നമ്മുടെ സമ്പത്തിൻ്റെ 90% ഇവിടെ ഉപേക്ഷിച്ച് കടന്നു പോകുന്നവനാണ് ഓരോ മനുഷ്യനും. ഓരോ മനുഷ്യൻ്റെ ദേഹത്തുള്ള വസ്ത്രം പോലും അവന് അവകാശപ്പെട്ടതല്ല എന്ന് അവന് ബോധ്യപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യർ ജീവകാരുണ്യ പ്രവർത്തനത്തിന് തയ്യാറാകണം. കാരണം അവൻ്റെ സമ്പത്തൊന്നും അവൻ്റേതല്ല എന്ന് അവന് തന്നെ നല്ല ബോധ്യമുണ്ട്. കാരണം എന്താ, അവൻ്റെ കയ്യിലുള്ള ഈ കോടികളൊന്നും അവൻ തിന്നു തീർക്കാൻ പോകുന്നില്ല. അത് നമ്മുടെ ഗോകുലം ഗ്രൂപ്പിൻ്റെ ഗോപാലേട്ടൻ എപ്പോഴും പറയുന്ന ഒരു വർത്തമാനമുണ്ട്. എത്ര സമ്പത്ത് എനിക്കുണ്ടായാലും എനിക്ക് 4 ഇഡ്ഡലിയിൽ കൂടുതൽ എനിക്ക് രാവിലെ കഴിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇതൊന്നും ശാശ്വതമല്ല. നമ്മൾ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും നമ്മുടെ കരുത്ത്. അശ്വന്തിൻ്റെ പുഞ്ചിരിയാണ്. അവൻ ആ വീട്ടിൽ ഒരു കൂരക്കുള്ളിൽ സ്വന്തമായ ഒരു സ്വപ്നം, അത് സ്വപ്നം കണ്ടവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ. മനുഷ്യനെ ഒരു കാലത്ത് ആദ്യം ആവശ്യമായിരുന്ന ആകെ 3 സാധനം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ജനിക്കുന്ന കാലത്ത് നമുക്ക് എന്താണ് വേണ്ടിയിരുന്നത്? ശുദ്ധജലം, ശുദ്ധവായു, ഭക്ഷണം. ആദ്യം വേണ്ടത് ശുദ്ധവായുവാണ് നമുക്ക് നിലനിൽക്കാൻ. പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് ശുദ്ധജലമാണ്, ജീവൻ നിലനിർത്താൻ വെള്ളം വേണം. പിന്നെ നമുക്ക് വേണ്ടിയിരുന്നത് ഭക്ഷണമായിരുന്നു. ഇത് 3 മനുഷ്യനെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പിന്നെ പല മതങ്ങൾക്കും പല കഥകളാണ്. നമ്മൾ പുറത്തായപ്പോൾ നാണം വന്നപ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. 4ാമത് വസ്ത്രം കടന്നു വന്നു. അപ്പോഴും നമ്മൾ പാർപ്പിടത്തെക്കുറിച്ച് ആലോചിച്ചില്ല, കാരണം നമുക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് പാർപ്പിടം വന്നു. പിന്നെ നമ്മുടെ കൈകളിലെല്ലാം നമ്മുടെ ആർഭാടങ്ങളാണ്. മനുഷ്യർക്ക് ആവശ്യമുള്ളത് ഈ 3-4 ഘടകങ്ങൾ മാത്രമാണ്. ഇതുപോലും സ്വന്തമായി ഇല്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഭൂമിയിലാണ്. എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ മലം ഭക്ഷിക്കുന്ന മനുഷ്യരുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജേഷിൻ്റെ ഈ പ്രവർത്തനത്തെ നമ്മൾ കാണണം. നന്മ നിറഞ്ഞ ഈ പ്രവർത്തനത്തിന് 100 കുടുംബങ്ങൾക്ക് വേണ്ടി രാജേഷ് മനസ്സിൽ കരുതിയിട്ടുള്ള ആ സ്വപ്ന സമ്മാനങ്ങൾ അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ടത് അവരുടെ കരങ്ങളിൽ എത്തിക്കാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ അദ്ദേഹത്തിന് കരുത്ത് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ശ്രീ ജയമോഹൻ ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. അശ്വന്തിനെ നമ്മൾ വിളിക്കുന്ന കിച്ചോട്ടെന്ന്. അശ്വന്തിനെ ഇഷ്ടവും കിച്ചോട്ടെന്ന് കേൾക്കാനാണ് തോന്നുന്നു. അശ്വന്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശബ്ദം ദൂരെ നിന്ന് കേട്ട് ഞാൻ ഇപ്പം എൻ്റെതാണെന്ന് അശ്വന്ത് പറയില്ല. ചാരുവിൻ്റെ അച്ഛൻ എന്നാ പറയാം.
അത് അത്രയും കോൺഫിഡൻ്റ് ആണ് ചില കാര്യങ്ങൾ അശ്വതി. പിന്നെ രാജേഷ് ചേട്ടനെ ഞങ്ങളുടെ നാട്ടിൽ വിളിക്കുന്ന രാജേട്ടൻ, തിരുവങ്ങാടാണ് രാജേഷ് ചേട്ടൻ്റെ ജന്മസ്ഥലം. ഒരുപാട് ചെറുപ്പം മുതൽ അറിയുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ നവാസ്ക പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാർ എടുത്തിട്ട് ഒരു സാൻഡ്രോ കാർ, അതിനുശേഷം അതിനെക്കാട്ട് വലിയൊരു കാറ് വന്നു. അതുകൊണ്ട് നമ്മൾ എൻ്റെ വീടുമായിട്ട് ഒരുപാട് ബന്ധം, എൻ്റെ ബ്രദറൊക്കെ ആയിട്ട്, എൻ്റെ ബ്രദർ വെച്ച് ഒരുപാട് ബന്ധമുണ്ട്. ഞങ്ങൾക്ക് ചെറുപ്പം മുതലേ ഞാനൊക്കെ സംഘപ്രവർത്തനത്തിൽ വന്നുകൊണ്ട് എന്തൊരാവശ്യം വന്നാലും ആദ്യം ഞങ്ങൾ ഓർക്കുന്ന ഒരാളാണ്. ശ്രീകൃഷ്ണൻ ജയിക്കോട്ടെ, ആ സമയത്തൊന്നും വലിയ വലിയ ഉത്സവങ്ങളില്ലെങ്കിലും എന്തൊരാവശ്യം വന്ന് ഞങ്ങൾ ആദ്യം ആലോചിക്കുന്ന ഒരാളാണ് രാജേട്ടനാണ്. അവിടെ പോകുന്നുണ്ട്. അപ്പം തന്നെ ചോദിക്കും എന്താ കുട്ടാ വന്നത്, എന്നെ കുട്ടാന്നാണ് വിളിച്ചത്, എൻ്റെ പേര് ജയമോനാണ്, എന്താ വന്നതെന്ന് ചോദിക്കും. അല്ലെങ്കിൽ എൻ്റെ ഏട്ടനോടായാലും ചോദിക്കും. ആവശ്യം പറയേണ്ട അവസ്ഥ രാജേട്ടനത് അമ്മേനെ വിളിച്ച് പറയും. ഒരുപാട് പ്രാവശ്യം അവരെ വീട്ടിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഞാൻ രാജേട്ടനോട് ഇന്നലെയും കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ തറവാട്ടിലേക്കൊരു നിത്യ ആൾക്കാർക്ക് വീടെടുത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ തറവാട്ട് വീട് ചിറ്റിയാങ്ങാടേക്ക് തിരിച്ചു വരണമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്നലെയും കൂടി ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, തിരുവങ്ങാടാണ് നിങ്ങളുടെ ആരുടെ സ്ഥാനം, അവിടെ വന്നിട്ട് അവിടെ ഒരുപാട് ആൾക്കാർ തിരിച്ചു വരണം, അവിടെ വരണം എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പറയാനൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ സജക്ട് ചെയ്തൊരു ഒരാൾ, എനിക്ക് ഭയങ്കര ചരിതായിട്ട് തോന്നുന്നു. ഇവരുടെ കാര്യങ്ങൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അശ്വൻ്റെ അച്ഛൻ ഒരു സ്ഥിര വരുമാനം ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ അവരുടെ വൈഫിൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്തും ഏറ്റവും വലിയ ദുഃഖം കുട്ടികളൊന്നും ഒരു കരക്ക് കയറിയിട്ടായിരുന്നില്ല. മഹേഷിൻ്റെ ഒരു കന്യാധ്വാനം, ആ കുടുംബത്തിനും കുറേ സഹായം, 2 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ പോലും മഹേഷ് വളരെയധികം മഹേഷ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായിട്ട് വരുമാനമില്ല. ഇലക്ട്രിക് പോസ്റ്റ് വെച്ച് കിട്ടുന്ന കരാർ ജോലിക്കാരുടെ കൂടെ പോവാണ്. ഇതൊരു വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ ബാലിൻ കാറ്ററിങ്ങിലൂടെ രാജേഷ് ചേട്ടനും അവരുടെ ഡിയറസ്റ്റ് സുഹൃത്തുക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ ഓരോ വർഷം നമ്മൾ കേട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ആത്മഹത്യകൾ കേട്ട് വരുന്ന ഈ സമയത്ത് ഇത്രയും വലിയൊരു മോശമായ പ്രവർത്തനം ചെയ്യാൻ ദൈവം വലിയൊരു കഴിവ് നേർക്ക് നൽകിയിട്ടുണ്ട്. അതിനുവേണ്ട എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ ഇനി ഇതുപോലെ 99 കുടുംബങ്ങൾ കൂടി കയറിക്കിടക്കാൻ, അതായത് ആരെയും പേടിക്കാതെ, മഴ കൊള്ളാതെ, കാറ്റ് അതുപോലെ തന്നെ ഇടിമിന്നൊന്നും ഏൽക്കാതെ അവരുടെ സ്വൈര്യ ജീവിതത്തിന് ഒരു വീടിനുള്ളിൽ 99 കുടുംബം കൂടി വരുമെന്ന് അറിയുമ്പോൾ തന്നെ അത് ചെറിയ കാര്യമില്ല, വളരെ വലിയ കാര്യമാണ്. ഇത് തുടക്കം കുറിച്ച തിരുവങ്ങാട് ജനിച്ചു വളർന്ന എൻ്റെ രാജേട്ടനും അതുപോലെ തന്നെ കൂടിയുള്ള എല്ലാവർക്കും എല്ലാവിധ നന്ദിയും പറഞ്ഞു. ഈ പരിപാടിക്ക് ഇനിയും ഒരുപാട് പേരെങ്കിലും എത്തട്ടെ, ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇവിടെ സഹായം എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി ക്ലബ് ഓഫ് ഫണ്ടിൻ്റെ പ്രതിനിധി ശ്രീ പ്രസാദ്. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം ഇങ്ങനൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റും. കാരണം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. ഞാൻ സ്വപ്നം കാണാന്ന് വെച്ചാൽ എൻ്റെ നല്ലൊരു വീട് എടുത്തത് തന്നെ അതിൻ്റെ മേലൊരു വീട്, അല്ല മേലല്ല അപ്സ്റ്റെയർ, കാറ് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ സാധാരണക്കാരൊക്കെ കാണുന്ന സ്വപ്നം അതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എങ്കിൽ നമ്മുടെ ഒപ്പമുള്ള നേരത്തെ പറഞ്ഞ അർഹതപ്പെട്ടവർക്കും കൂടി നമ്മൾ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ലക്ഷങ്ങളിൽ ഒരാൾ മാത്രം ചെയ്യുന്നതായിരിക്കും. അതിൽ ഒരാളാവാനും രാജേഷ് ജി കഴിഞ്ഞത് വളരെയേറെ സന്തോഷമുണ്ട്. അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുക തന്നെ വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരാൾക്കല്ല, രണ്ടാൾക്കല്ല, 100 പേർക്ക് ഒരു വീട് താമസിക്കാനുള്ള വീട് കൊടുക്കുക എന്നുള്ളൊരു സ്വപ്നം കണ്ടാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. അതോടൊപ്പം അത് പ്രാവർത്തികമാക്കാൻ ആദ്യ ദിവസം അത് എത്രയും പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ദിവസവും അതിമനോഹരമായ ഒരു ദിവസം, ലോകം ചാരിറ്റബിൾ ഡേ എന്ന ദിവസം, ഈ ദിവസം തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഇത്തരം നല്ലൊരു മാതൃക ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറാണ് ഇത്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു അധ്യാപക ദിനത്തിൽ, അങ്ങനെ ഒരു ദിനത്തിലും കൂടിയാണ് നമ്മൾ ഈ ഒരു ഉദ്ഘാടനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ആരംഭം കുറിക്കുന്നത്. ആ മോനെ കണ്ടില്ല, നമ്മൾ അത്ര വളരെയേറെ സന്തോഷത്തിലായിരിക്കും ആ കുടുംബം ഉണ്ടാവുക. അങ്ങനെ 100 കുടുംബങ്ങളുടെ സന്തോഷത്തിലേക്കാണ് രാജേഷ് ജി അദ്ദേഹത്തിന്റെ മനസ്സ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അത് നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഒരു കൈ അദ്ദേഹത്തിലൂടെ പ്രതികരിക്കുന്നതായിരിക്കാം.
തീർച്ചയായും ആ സന്തോഷത്തിൽ നമ്മളും പങ്കെടുക്കുകയാണ്. ആ ഒരു പുണ്യം നമ്മളിൽ കൂടി എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് ആശംസകൾ നേരിയാണ് ഈ ഒരു അവസരത്തിൽ. തീർച്ചയായും ഇനി ഒരുപാട് ഉയരങ്ങളിലെത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഞാൻ നേരത്തെ വളരെ കുറച്ച് കാലത്തെ പരിചയമാണ് ഇപ്പോൾ രാജേഷ് ജി ഉണ്ടായത്. പക്ഷേ ഒരുപാട് എനിക്കൊന്ന് ഒരു ജന്മത്തെ ബന്ധമുള്ള പോലെയാണ് അദ്ദേഹം എന്നോട് പെരുമാറുന്നത്. ഒരു സഹോദരനെ പോലെ. ഞാനൊരു ബിസിനസ് ബന്ധമല്ല അദ്ദേഹമായിട്ട്. അപ്പോൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാൻ വളരെ അപൂർവം ചില ആൾക്കാർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാലം കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. സർവേശ്വരൻ അതിനുള്ള എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാ രീതിയിലും. സർവേശ്വരൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. അടുത്തതായി അഴീക്കോട് മുൻ BJP പ്രസിഡന്റും സേവാഭാരതിയുടെ റെപ്രസെൻറ്റേറ്റീവുമായ ഹരികൃഷ്ണൻ നമ്പൂതിരിയെ ആശംസ അർപ്പിക്കാൻ ക്ഷണിക്കുകയാണ്. ഹരികൃഷ്ണൻ നമ്പൂതിരിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഓഫീസിൻ്റെ പൂജാകർമ്മങ്ങൾ കൂടി ചെയ്ത ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധ വയ്ക്കാം. നമസ്കാരം. ഇത്തരമൊരു യുവകാരുടെ പ്രവർത്തനത്തിൻ്റെ വേളയിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നതാണ്. രാജേഷുമായി ഓഫീസ് തുടങ്ങുന്നതിനെക്കാട്ടി മുന്നേ ഉള്ള ഒരു ആധ്യാത്മിക ബന്ധമാണ് തുടരുന്നത്. ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് പല കാര്യങ്ങളും ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ചോദിക്കാറുണ്ട്. കഴിവിനനുസരിച്ചിട്ട് എൻ്റെ അറിവിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുവാനും അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. കുടുംബപരമായിട്ടും ഫാമിലിയായിട്ടും നല്ല ബന്ധമുള്ളതാണ്. ICIC ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തുള്ള ബന്ധം തുടരുന്നതാണ്. അതുമായിട്ട് ബിസിനസ് ബന്ധമൊന്നുമല്ല എങ്കിലും അതുമായിട്ടും സഹകരിച്ചിട്ടൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുപോലെയുള്ളൊരു പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ 1-2 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ രാജേഷ് ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കും വേണ്ടുന്ന രീതിയിലുള്ള സഹായങ്ങൾക്ക് നമ്മളവിടെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കൺസെപ്റ്റ് ഏതായാലും കുറച്ചു കാലം ഒരു ഗ്യാപ്പ് വന്നുപോയി. അപ്പം എന്നാലും ഈ അധികം വൈകിക്കാതെ തന്നെ ഇങ്ങനെ ഒരു സംരംഭം ചെയ്യാനും ഇതുപോലെ ഒരു സേവന പ്രവർത്തനത്തിന് മറ്റുള്ള ആൾക്കാർക്ക് ഒരു മാതൃകയാവാനും കൂടെ രാജേഷിന് കഴിയണം. എല്ലാ തരത്തിലുള്ള ഭാവങ്ങളും ആശംസകൾ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാല്യൂ ക്യാപിറ്റലും ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഭാവിയിലുള്ള സംരംഭങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായവും സഹകരണവും ഉണ്ടാകുന്നു. ആശംസകൾ നൽകുന്നു. അടുത്തതായി ഐഫോണിക്സ് ചെയർമാൻ ശ്രീ അനൂപ് രണ്ട് വാക്ക് രതീഷ്. അതും കൂടി കൂട്ടിയിട്ട് വേൾഡ് ചാരിറ്റി ഡേ ആയ ഈ ദിവസം 100 പേരുടെ അവകാശമായ 100 വീടുകൾ കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷും അവരുടെ വയലിൻ ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിന് എല്ലാവിധ ആശംസകളും ഐഫോണിക് ഗ്രൂപ്പിൻ്റെ പേരിൽ ഞാൻ നേരിടുന്നു. അടുത്തതായി നന്ദി പ്രകാശനത്തിന് വേണ്ടി രാജേഷിനെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ സന്നിധിയിലായിട്ടുള്ള എല്ലാ മഹാവ്യക്തികൾക്കും അതിൽ ഏറ്റവും ഉപരി ഞാൻ ആദ്യം തന്നെ നന്ദി പറഞ്ഞോട്ടെ മഹേഷിന്റെ. ഇപ്പം കുട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തലശ്ശേരിയും തിരുവങ്ങാടും എന്ന് പറഞ്ഞത് എൻ്റെ സോളാണ്, ലൈക്ക് എൻ്റെ ആത്മാവാണ്. ഉറപ്പായിട്ടും കൂട്ടാൻ ഞാൻ തലശ്ശേരിയിലൂടെ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ദൈവം തന്നെ ഇപ്പോൾ അതിനുള്ളൊരു വഴി കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ അവസാനം സൂചിപ്പിക്കാം. അപ്പോൾ തിരുവങ്ങാട് ഇപ്പോൾ ഹരിയേട്ടനും കുട്ടനൊക്കെ ഇറങ്ങുന്ന ദേവത്താർ മഠം എന്ന് പറഞ്ഞ ഇവിടെ കളിച്ചു വളർന്ന ഞങ്ങൾ കുട്ടൻ രാജേഷേട്ടനൊക്കെ വിളിച്ചെങ്കിലും എന്നെക്കാളും ഒരു 3-4 വയസ്സ് കുട്ടൻ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ചൈതന്യം ആ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കളിച്ചു വളർന്ന ആ ഒരു ചൈതന്യം ഇന്നും എൻ്റെ ഉള്ളിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതേപോലെ തന്നെ ഇന്ന് അധ്യാപക ദിനം കൂടിയാണ്. നമ്മുടെ കുട്ടൻ്റെ വീട്ടിൻ്റെ വളരെ അടുത്തുള്ള ചാലിയ UP സ്കൂളിൽ ആണ് നമ്മളെല്ലാവരും പഠിച്ചത്.
ആ 1ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറെ കാണുമ്പോൾ എനിക്ക് ഇന്നും പേടിയാണ്. ലൈക്ക് വെച്ചാൽ ആ ഒരു ഭയഭക്തി ബഹുമാനം നമ്മൾ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിച്ച ടീച്ചർമാരെ നമ്മൾ പുറമെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ഇന്നും നമ്മളെ പണ്ടത്തെ നുള്ള ഓർമ്മിക്കും. അപ്പം അത്രയും അത് പരിമിതമായ സാഹചര്യങ്ങളിൽ കൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം നമ്മൾക്ക് തന്ന ഒരു മാതൃകാ സ്ഥാപനമായിരുന്നു ചാലിയ പി സ്കൂൾ. അപ്പോൾ ആ ടീച്ചർമാർ, ആ ഗുരുക്കന്മാരെ ഞാൻ ഈ ഒരു അധ്യാപക ദിനത്തിൽ വളരെ നന്ദിയോടുകൂടി ഓർമ്മിക്കുന്നു. ബിക്കോസ് അവർ പകർന്നു തന്ന ആ ഒരു ഊർജം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക പാഠങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ പിൻകാലത്ത് എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ എടുത്തു പറയേണ്ട ഒരു ലാൻഡ്മാർക്കാണ് എൻ്റെ സെൻറ് ജോസഫ്സിലെ പഠിത്തം. ഉറപ്പായിട്ടും പറയാം, അന്ന് മുതലാണ് ഞാൻ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത്. അതായത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള കുറേ കുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ എന്നോട് പറയും. അങ്ങനെ ഞാൻ സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചു. നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി സാറിൻ്റെ പ്രിയ പത്നി കമല ടീച്ചർ അടക്കമുള്ള ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയും ഞാൻ ഈ ഒരു അധ്യാപക ദിനം കൂടിയാണ് ഇന്ന് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അതേപോലെ തന്നെ ഉറപ്പായിട്ടും എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തിയ ആൾക്കാരാണ് എൻ്റെ മടപ്പള്ളി കോളേജിലെ ഫ്രണ്ട്സ്. എൻ്റെ ജീവിതത്തിൽ ആദ്യഘട്ടങ്ങളിൽ അച്ഛൻ്റെ മരണശേഷമുള്ള ആ ഒരു സമയത്ത് എനിക്ക് എപ്പോഴും താങ്ങും തണലുമായി നിന്ന കുറേയേറെ നല്ല സുഹൃത്തുക്കൾ ഇന്നും ഉണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഞാൻ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ട്. അവർക്ക് ഇന്നും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തന്നെയാണ്. നമ്മുടെ എല്ലാ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ കാര്യങ്ങൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ നമുക്കൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്താൻ ഇന്ന് വളരെ എളുപ്പമാണ് ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ നമ്മളെല്ലാവരും ആ ബന്ധം ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മുടെ RK സ്റ്റുഡിയോ, ഇവിടെ RK രാകേഷ് എന്ന് എല്ലാവരും അറിയപ്പെടുന്ന RK രാകേഷിനോടൊക്കെ എനിക്ക് തീരാത്ത കടപ്പാടുകളൊക്കെ ഇപ്പോഴും ഞാൻ അത് ഓർമ്മിച്ച് വെക്കുന്നുണ്ട് എൻ്റെ മനസ്സിൽ. അതേപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള ഒരു വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ ശാന്തകുമാരി. നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ, സെൻറ് ജോസഫ്സിൻ്റെ അഭിമാനമായ, സൗത്ത് ഇന്ത്യ മുഴുവൻ തിളങ്ങി നിൽക്കുന്ന മിസ്റ്റർ വിനീത് എന്ന നടൻ എന്നൊരുപരി ഏറ്റവും ലോകപ്രശസ്തനായ നർത്തകൻ്റെ അമ്മ. ഞാൻ എല്ലാവരും വളരെ അഭിമാനത്തോടുകൂടി പറയുന്ന പോലെ മീൻസ് വളരെ ഒരു പുത്രവാത്സല്യത്തോടുകൂടി 27ാമത്തെ വയസ്സിൽ എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ താങ്ങും തണലുമായി നിന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിത്വം. ആ മഹത് വ്യക്തിത്വത്തെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഇപ്പോൾ ഓർമ്മിക്കുകയാണ്. അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടമാണ് പിന്നെ ഉണ്ടായത്. നമ്മൾ താമസിക്കുന്ന തറവാട് വീട് പൊളിഞ്ഞു വീണപ്പോൾ ഞാൻ മീൻസ് ഒരു എസ്കേപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ദുബായിലേക്ക് പോവുകയും മാമൻ്റെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. അപ്പം ഗൾഫിൽ ചെറിയൊരു പ്രശ്നം ആയപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ നമുക്ക് മാമൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. കാരണം അവിടെ പ്രായപൂർത്തിയായ മാമൻ്റെ മക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാനവിടെ പോയി താമസിക്കുന്നത് ശരിയല്ല. അപ്പോൾ എനിക്ക് അഭയം തന്ന നേരത്തെ നവാസ് മേത്തർ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സുഹൃത്ത്, എനിക്ക് അതിനുശേഷവും അതിനു മുന്നേയും ഇത്രയും വലിയ സുഹൃത്തിനെ എനിക്ക് ഇന്നും കിട്ടിയിട്ടില്ല. സദാനന്ദേട്ടനും അവരുടെ വൈഫ് ഗീതേച്ചിയും ഈ അവസരത്തിൽ ഞാൻ വളരെ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ ജീവിതം മാറ്റിമറിച്ച, അതായത് ഈ പറഞ്ഞ സദാനന്ദേട്ടൻ തന്നെ റെഫർ ചെയ്തുകൊണ്ട് ICSE പ്രൊഡക്ഷനിൽ ഞാൻ ഇന്റർവ്യൂ പോവുകയും ആ ഇന്റർവ്യൂവിൽ എന്നെ സെലക്ട് ചെയ്ത് കാലിക്കറ്റിലേക്ക് അയക്കുകയും ചെയ്ത മിസ്റ്റർ ശ്രീകുമാർ, അദ്ദേഹം ഇന്ന് ICSE പ്രൊഡക്ഷനിൽ കേരള ഹെഡായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ്, ഓൾ കേരള ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. മീൻസ് 2ാമത്തെ റൗണ്ടിൽ എന്നെ അവിടുന്ന് തഴയപ്പെടുകയും, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു നിർബന്ധം കാരണം മീൻസ് അദ്ദേഹം കൊടുത്തൊരു വാക്ക്, ലൈക്ക് ഹി ഹാസ് സം സ്റ്റഫ് ഇൻസൈഡ് ഹിം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തൊരു വാക്കിൻ്റെ മുകളിൽ കമ്പനി എന്നെ എടുക്കുകയും, rest everybody knows that it's history. I happen to be the number one manager in the country, all thanks to Mr. Srikumar. It means if somebody else was there in my beginning days, I wouldn't have achieved all this stuff, definitely. So Srikumar sir, let me thank you for all those stuff. ആ ഒരു സംഭവമാണ് ഇന്നത്തെ രാജേഷിനെ ഉണ്ടാക്കിയത്. ICSE പ്രൊഡൻഷ്യലിലെ എൻ്റെ ആ 14 വർഷത്തോളം നീണ്ട ആ ഒരു പ്രൊഫഷണൽ ടെന്യൂർ ശ്രീകുമാർ സാറിനെ ഞാൻ നന്ദിയോട് ഓർമ്മിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ശ്രീകുമാർ സാറ് ICSE പ്രൊഡൻഷ്യലിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വാങ്ങിച്ചു തന്നുകൊണ്ട് മാത്രം ജേഷ എൻ്റെ പ്രിയ പത്നി അങ്ങനെയുള്ളൊരു ബന്ധത്തിലേക്ക് എന്നെ ധൈര്യപൂർവ്വം കൊണ്ട് എത്തിച്ചത് ഈ ഒരു നല്ലൊരു ജോലിയായിരുന്നു. അപ്പോൾ
അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാൻ അച്ചീവ് ചെയ്തതിനൊക്കെ എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ഇന്നും എന്നും താങ്ങും തണലുമായി നിൽക്കുന്ന എൻ്റെ പ്രിയ പത്നി ജേഷ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എത്രയോ ആൾക്കാർക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അടക്കം ലൈക്ക് ചെറിയ രീതിയിലെങ്കിലുമുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിലൊന്നും ഒരു തടസ്സവും പറയാതെ, ഇപ്പോൾ ഒരു ക്ലീഷ ഡയലോഗ് ഉണ്ടാവും ലൈക്ക് ബാക്കിയെല്ലാ ഫാമിലിയിലും എനിക്ക് തോന്നുന്നത് ലൈക്ക് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ട സ്വത്തല്ലേ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഒരു പൈസയല്ലേ, അങ്ങനെയുള്ള ഒരു ഡയലോഗുകളും ഒന്നും പറയാതെ, ഒരു സഹായം ചെയ്യുന്നതിന് ഒരു എതിർപ്പും പറയാതെ, മീൻസ് എൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുന്ന എൻ്റെ പ്രിയ പത്നി ജേഷ ഒക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ജേഷ, ഞാൻ വളരെ നന്ദിയോടെ ഓർമ്മിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാം, എനിക്ക് മീൻസ് നമ്മൾ എങ്ങനെയാണ് ജനിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, ഇറ്റ്സ് ഔട്ട് കൺട്രോൾ. സോ എനിക്ക് അച്ഛൻ്റെ വീട്ടുകാർ അധികമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ആ ഒരു നഷ്ടം നികത്തിക്കൊണ്ട് എൻ്റെ വൈഫിൻ്റെ പാരൻസും അവരുടെ കുടുംബാംഗങ്ങളും വളരെ വലിയൊരു ഫാമിലിയാണ്. അവരുടെ സ്വന്തം ലൈക്ക് എന്താ പറയുക, കുടുംബത്തിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ വീട്ടുകാരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. 2 വർഷം മുന്നേ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ എന്നെ കൂടെ നിന്ന് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ ഭാര്യ വീട്ടുകാരായിരുന്നു. അപ്പോൾ അവരെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഞാൻ ഇതൊക്കെ പറയുന്നൊരു കാരണമുണ്ട്. കാരണം വെച്ചാൽ നമ്മളിത് ഒന്നാമത്തെ ഒരു സമ്മാനമാണ് കൊടുക്കുന്നതെങ്കിൽ കൂടി എൻ്റെ മനസ്സിൽ ഈ 100 വീടുകൾ എങ്ങനെ കൊടുക്കാം എന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയുണ്ട്. ആ ഒരു ധാരണയിൽ ഞാൻ നീങ്ങും. സർവേശ്വരനും ബാക്കി എൻ്റെ ശക്തമായ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാൻ വിളിക്കുന്ന എൻ്റെ ടീം മെമ്പേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. ഇപ്പൊ ഇനി കാണുന്ന എല്ലാ അലങ്കാരങ്ങളും ഒന്നും ഞാൻ പറയാതെ തന്നെ അവരെന്നെ എന്താ പറയുക സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് ചെയ്തതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്നും അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന അവരുടെ സ്വന്തം വീട് പോലെ ഈ ഓഫീസിനെ കരുതുന്ന എൻ്റെ എംപ്ലോയീസ്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും പിന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അസോസിയേറ്റ്സ് ദിലീപ് സാർ പറഞ്ഞതുപോലെ തന്നെ കെൻസ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കെൻസയോട് കൊണ്ട് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് നമ്മുടെ ദിലീപ് സാർ നമ്മുടെ കൂടെ അസോസിയേറ്റഡ് ആയി എന്നുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്നത് ദിലീപ് സാർ നമ്മുടെ കൂടെ ലൈക്ക് നമ്മുടെ വയൽ ക്യാപിറ്റലിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പേര് ചേർത്ത് വെക്കാൻ കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത്. സോ ഫാർ ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഐ വുഡ് സേ. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ വളരെ എടുത്തു പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും മൂത്ത ഏട്ടൻ്റെ ഭാര്യ ബിജിനേച്ചി. 2 വർഷം മുന്നേ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഹരിയുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇത് പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അന്ന് മീൻസ് അൺഫോർച്ചുനേറ്റ്ലി വി കുഡിന്റ് ഡു ഇറ്റ് ആൻഡ് മീൻസ് ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ ലൈക്ക് ആന്റി ക്ലൈമാക്സ്. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ മീൻസ് എൻ്റെ മൂത്തേട്ടൻ്റെ ഭാര്യ ബിജിനേച്ചി, അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ഏച്ചി ലൈക്ക് സുജിയേച്ചി, മീൻസ് എൻ്റെ കല്യാണത്തിനടക്കം എല്ലാ മീൻസ് ഒന്നും ലൈക്ക് കൂടെ നിന്ന് എൻ്റെ സുജിയേച്ചി ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അതേപോലെ തന്നെ കെൻസ ടീം ഒബ്വിയസ്ലി ഡോക്ടർ ഷിഹാബ് ഷാ, ഗാന, അശ്വിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്റ്റാഫ് പോലെ തന്നെ. അതായത് കെൻസ വേറെ വയൽ ക്യാപിറ്റൽ വേറെ എന്ന് ഒരിക്കലും അശ്വിൻ ചിന്തിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലത്തെ. അതേപോലെ തന്നെ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം പേരാണ് ഗാനയുടെ. ഇത്രയും എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു എംപ്ലോയിനെ ഞാൻ ഇപ്പൊ അടുത്ത കാലത്തും കണ്ടില്ല. ഞാൻ എൻ്റെ ICC പ്രൊഡക്ഷനിൽ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഓർമ്മിച്ചു പോകും. ഗാനയുടെ ആ ഒരു പ്രസരിപ്പും ലൈക്ക് രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ മീൻസ് അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവരെ അത് എൻജോയ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഗാന, അതുപോലെ ഡോക്ടർ ഷിഹാബ് മീൻസ് സർ I thank you so much for giving us this opportunity and we will definitely prove you right. At the end of this month we will close it out. Means almost 30% of our target has been already pipelined. So let me convey this happy news for you. So tomorrow we are having a site visit. So obviously we can show it the project development. We can show it to the entire world. So Shriyab sir, thank you so much. ഇത്രയും വലിയൊരു മീൻസ് മിഡിൽ ഈസ്റ്റ് ജയന്റ് നമ്മുടെ വയൽ ഗ്രൂപ്പിനെ അവരുടെ പേരിനോടുകൂടി ചേർത്ത് വെക്കാൻ സമ്മതിച്ചതിന് ഞാൻ ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി ഓർമ്മിക്കുകയാണ്. നമ്മുടെ ഈ ഒരു 100 വീടിന്റെ പിന്നെ സ്വപ്നം എനിക്ക് കാണാൻ ധൈര്യം തന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ കെൻസ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ്. ഉറപ്പായിട്ടും ഞാൻ ലൈഫ് ലോങ് ആ ഒരു ബന്ധം നമ്മൾ കാത്തു സൂക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പും എൻ്റെ ഗ്രൂപ്പിന്റെ പേരിൽ ഞാൻ തരികയാണ്. അതേപോലെ തന്നെ എൻ്റെ എംപ്ലോയീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീൻസ് ഞാൻ എൻ്റെ ഫാമിലിനെ വിളിക്കുന്നത് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ മീൻസ് രാവിലെ 7 മണിക്ക് ഞാൻ എല്ലാവരും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. രാത്രി ഒരു 12 മണി വരെ ഞാൻ അത് തുടരും. പക്ഷേ ആ ഗ്രൂപ്പിലുള്ള അത്രയും നമ്മളെ ജോലിയും കാര്യം ലൈക്ക് തമാശകളും എനിക്ക് ഉറപ്പാണ് വേറെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. മീൻസ് നമ്മൾ അത്ര എൻജോയ് ചെയ്തിട്ടാണ്, നേരത്തെ ഗാനങ്ങളെ കൊണ്ട് പറഞ്ഞ പോലെ വളരെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. മീൻസ് അവരെല്ലാവരും ഒരു ടീമാണ്.
ഇപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ട് ഉണ്ട്, ഇൻഡിവിജ്വൽ ടാലന്റ് ക്യാൻ വിൻ യു ഗെയിം ബട്ട് ടീം ഡെഫിനറ്റ്ലി ക്യാൻ വിൻ യു ചാമ്പ്യൻഷിപ്സ്. അപ്പോൾ അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കൊറോണ സമയത്ത് എല്ലാവരും ഒന്ന് ഉൾവിളിഞ്ഞ് നിന്നപ്പോൾ നമ്മൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തു. അപ്പൊ എനിക്ക് ഇപ്പോഴും എല്ലാവരോടും പറയേണ്ടത്, നിങ്ങൾ ഈ ഒരു കൊറോണ ഒരു ഒരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് എടുക്കാതെ പ്ലീസ് കൺവേർട്ട് ദിസ് ഒബ്സ്റ്റക്കിൾ ഇൻടു an opportunity, because everybody is dragging their heels, so this is the right time to be on your toes. അപ്പം that's what exactly we did, so അതിന് എന്നെ സഹായിച്ച എൻ്റെ എംപ്ലോയീസ് ആണ്. ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാം എനിക്ക് എൻ്റെ പിന്നെ സഹോദരിമാരാണ്, എൻ്റെ അനിയന്മാരാണ്, എൻ്റെ ഏട്ടന്മാരാണ്. ഇപ്പൊ ദിലീപ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഏട്ടനേക്കാളും സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴും ഞാൻ ദിലീപ് സാർ തന്നെയാണ് വിളിക്കുന്നത്, വേറൊരു പേര് വിളിക്കാനായിട്ട് നാവ് അറിയുന്നില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഞാൻ വളരെ നന്ദിയോടുകൂടി ഒരിക്കൽ സ്മരിക്കുന്ന ഒരു പേരാണ് മിസ്സിസ് ഷഹല അഷ്കറുള്ളത്. നമ്മുടെ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. ഷഹലേനെ പറ്റി പറയാൻ തുടങ്ങിയാൽ എനിക്കൊരു അരമണിക്കൂറെങ്കിലും വേണ്ടി. അപ്പോൾ ചുരുക്കി 1-2 സെന്റൻസിൽ ഞാൻ പറയാം. ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള, ഇത്രയും എന്താ പറയാ, she can be described as pretty in all aspects, behavior wise, talent wise, physique wise, everything. So Shahla, thank you so much once again, and your inputs has always been a great help for Valil Group to reach in this level in such a short time, Shahla. And obviously she is helping us a lot in this charity project, a dream project also. So thank you so much, Shahla. ഓക്കെ, ഷൈല എപ്പോഴും ഞാനെപ്പോഴും ആഗ്രഹിച്ച ഷൈല ഒരു ആണായിരുന്നെങ്കിൽ ആഗ്രഹിച്ചു വരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് ഇപ്പോൾ മീൻസ് എന്താ പറയുക, പാതിരാത്രിക്ക് വരെ വിളിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു വരുന്നത് വെച്ചാൽ എന്തൊരു കാര്യം എനിക്ക് വരുമ്പോഴും ഞാൻ ആദ്യം ഓർമ്മിക്കുന്ന ഷൈലയുടെ പേരാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ മുഖങ്ങളായ അമ്മു കാവ്യ, അമ്മു എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ഐശ്വര്യ വികാസ്. ഓക്കെ, നമ്മുടെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യവും മീൻസ് അവസാനമായിട്ട് വന്ന ഒരേ ഒരു പേരായിരുന്നു അമ്മുവിൻ്റെത്, ഐശ്വര്യയുടേത്. കാരണം വെച്ചാൽ നമ്മൾ കുടുംബപരമായിട്ട് നമ്മൾ അറിയുന്ന മീൻസ് ആൾക്കാരാണ്. അതേപോലെ തന്നെ ക്യാഷ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ അവരുടെ ചാനൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നൊരു സമയമായിരുന്നു. സോ എനിക്ക് ഉറപ്പായിരുന്നു അത് ഉറപ്പായിട്ട് നമ്മളെ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് അസ് എ ലോട്ട് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് അടക്കം, യൂട്യൂബ് ചാനൽ കമ്മ്യൂണിറ്റി ടാബ് അടക്കം നമ്മൾ അച്ചീവ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ അടുത്ത ഒരു വർഷം കൊണ്ട് നമ്മൾ ചുരുങ്ങിയത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ലൊരു, അതായത് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും എന്ത് പ്രൊഡക്ട്സും നമുക്ക് കിട്ടിയാലും അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ബേസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാറ്റും. യൂട്യൂബ് ചാനലിന്റെ കാര്യം പറഞ്ഞാൽ പ്രീജിത്തിനെ പറ്റി പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. മനസ്സിലായി, പ്രീജിത്തിനെ പരിചയപ്പെട്ടതാണ് എൻ്റെ നമ്മുടെ വയലിൽ ക്യാപിറ്റലിന്റെ യാത്രയിലുണ്ടായ ഒരു വലിയ ഒരു വഴിത്തിരിവ്. സോ ഹി ഹാസ് ബീൻ എ റിയൽ ഹെൽപ്പ്. And I am pretty sure that he will be associated with us for his entire life. I will not leave him, Prijit. Okay, and ഒരു പേര് കൂടി എനിക്ക് പറയേണ്ടത് അനീഷ നിശാന്ത്. നമ്മുടെ 2018 ഭീമ സൂപ്പർ വുമൺ ആയിട്ടുള്ള ലേഡിയാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ICC പ്രൊവിൻഷ്യലിലെ നിശാന്തിന്റെ വൈഫ് ആണ്. അവര് പിന്നെ ഒഫീഷ്യലി നമ്മുടെ കൂടെ ചേർന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കൂടെ മീൻസ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സഹായം വേണ്ടി നമ്മുടെ കൂടെയുണ്ട്. അനു, താങ്ക് യു സോ മച്ച് ടു യു ആസ് വെൽ. പിന്നെ ദീപ് സാർ നമ്മുടെ ബിസിനസ് അസോസിയേഷനെ പറ്റി പറഞ്ഞു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ബിസിനസ് അസോസിയേഷൻ നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. SBI, ICICI, ബിർള, റിലയൻസ്, അതുപോലെ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടോപ്പ് ബ്രാൻഡ്സ് നമ്മുടെ അസോസിയേഷനിൽ, അവരോട് ഞാൻ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ക്ലബ് FM, ഈ നമ്മളൊരു ഒഫീഷ്യൽ മീഡിയ പാർട്ണറെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്ന പേര് ഓഫ് കോഴ്സ് റേഡിയോ മാംഗോ ആയിരുന്നു. കാരണം വെച്ചാൽ അതിലുള്ള കുറെ ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ അവരുടെ ടാഗ് ലൈൻ പോലും ഞാൻ ആലോചിച്ച് വെച്ചില്ല, വയലിൽ ക്യാപിറ്റൽ നാട്ടിലെങ്ങും പാട്ടായി എന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രസാദിനെ പരിചയപ്പെട്ട അന്ന് മുതൽ നമുക്കൊരു സ്പെഷ്യൽ വൈബ് ഞാൻ ഫീൽ ചെയ്തു. ഓക്കെ, മീൻസ് അതിനുശേഷം പ്രസാദിന്റെ ഫാനായെന്ന് തോന്നുന്നു. ഞാൻ പ്രസാദിന്റെ ഫാനാണ്. ഓക്കെ, മീൻസ് പക്ഷെ പ്രസാദ് അതിലും നല്ലൊരു ടാഗ് ലൈൻ എനിക്ക് ഉണ്ടാക്കി തന്നു. 10 കണക്കിന് ഫണ്ട്, 10 കണക്കിന് ഫണ്ട്സ്, അതായത് ഒരു DS അതിന്റെ കൂടെ കൂട്ടി, അത് നല്ലൊരു ടാഗ് ലൈനായി. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് പ്രസാദ് ഫോർ യുവർ റിലയൻസ് സപ്പോർട്ട്. അതായത് എല്ലാ കാര്യത്തിലും നമ്മുടെ സ്വന്തം കുടുംബാംഗത്തെ പോലെ അതിനേക്കാൾ ഉപരി പ്രസാദ് എന്തിനും ഉണ്ട്. ഇന്നത്തെ ഈ ഫംഗ്ഷന് പോലും അദ്ദേഹം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓടി വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള, അവനെ പറ്റി ഉറപ്പായിട്ട് ഞങ്ങൾ വേറെ അവസരത്തിൽ ഒരു ഗുഡ് ന്യൂസ് ഞാൻ തരുന്നതാണ്. ഒബ്വിയസ്ലി ഐ ഹാവ് ഡൺ സംതിങ് ഫോർ ഹിം, പ്രസാദ്, ബൈ ദ വേ. ഓക്കെ, ആൻഡ് RJ അനുരൂപ്, നമ്മുടെ ശബ്ദം, അതായത് ലോകം മുഴുവൻ നമ്മുടെ പരസ്യത്തുമ്പോൾ നമ്മുടെ ശബ്ദമായിട്ട് മാറിയിരിക്കുന്ന RJ അനുരൂപ്,
RJ അനൂപിനെ ഞാൻ ആദ്യമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കോംപ്ലിമെന്റ് കൊടുത്തു. ലൈക്ക് ഞാൻ പറഞ്ഞു, അനൂപ് ഞാൻ അടുത്തൊരു പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ റെക്കോർഡ് ചെയ്തില്ലെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, അനൂപ്, you have got so many compliments in your life so far, but let me give you a compliment. If I were a girl or like lady, I would have fallen in love with you without seeing you എന്ന് പറഞ്ഞു. അനൂപ് ഒരു മിനിറ്റോളം ചിരിച്ചു. ഓക്കെ, മീൻസ് ആ ഒരു മാസ്മരിക ശബ്ദം ഉറപ്പായിട്ടും കെൻസയും നമ്മുടെയും എന്താ പറയുക ഈ ഒരു നിലയിൽ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അനൂപ്. താങ്ക് യു സോ മച്ച് ഡിയർ. അതേപോലെ തന്നെ എൻ്റെ ICICI Prudential ക്ലയൻസ്, എനിക്ക് എന്ത് പ്രൊജക്ട് തുടങ്ങാനും എൻ്റെ ശക്തിയായിട്ടുള്ള 7000-ഓളം വരുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ലോകം മുഴുവനും പടർന്നു കിടക്കുന്ന എൻ്റെ ICICI Prudential ക്ലയൻസ്, അതായത് ICICIയിൽ ഞാൻ വിട്ടതിന് ശേഷവും ഞാൻ ഇപ്പോഴും എല്ലാ വിധത്തിലുള്ള റാപ്പോ I've been extending or continuing with all of them. സോ എൻ്റെ ഏറ്റവും വലിയ ശക്തിയായ എൻ്റെ ICICI Prudential ക്ലയൻസിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. എനിക്ക് ഉറപ്പാണ് ഈ ഒരു പ്രൊജക്റ്റിൽ എൻ്റെ ഈ ഒരു സ്വപ്ന പദ്ധതി 100 വീട് കൊടുക്കുന്നുള്ള ആ ഒരു പദ്ധതിയിൽ ICICI Prudential ക്ലയൻസ് ഉറപ്പായിട്ടും ഒരു പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. യു ആർ മൈ ഫാമിലി ആൻഡ് യു വിൽ ഓൾവേസ് ബി മൈ ഫാമിലി. എൻ്റെ എൻ്റെ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ കമ്പനി വിട്ടപ്പോഴും ഞാനൊരു ഒരു ടാഗ് ലൈൻ അതിൻ്റെ കൂടി ചേർത്തു, ബ്രാൻഡ് അംബാസിഡർ ഓഫ് ICICI. മീൻസ് വൈരൽ ക്യാപിറ്റൽ ഓണറിന്റെ കൂടെ ഞാൻ ഇപ്പോഴും അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റിൽ ഇറ്റ്സ് ദർ, ബ്രാൻഡ് അംബാസിഡർ ഓഫ് ICICI Prudential ഞാൻ കൂട്ടിച്ചേർത്തിരുന്നു. അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. സോ അതുപോലെ തന്നെ നവാസ്ക, 20 വർഷങ്ങളായി ഞങ്ങളുടെ തമ്മിൽ ബന്ധം തുടങ്ങിയിട്ട്. നമസ്ക പറഞ്ഞതിനേക്കാൾ എത്രയോ അപ്പുറമാണ് നമ്മുടെ ആത്മബന്ധം. കാരണം വെച്ചാൽ ഞാൻ ഏത് പാദയാത്രയ്ക്ക് വിളിച്ചാലും നമസ്ക ഫോൺ എടുക്കും. ആ ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും ഈ പറഞ്ഞ 27-ാമത്തെ വയസ്സിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. സാന്താറിനും കൂടിയാണ് എന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടർ ശാന്തകുമാരിയുടെ കൂടെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിത്വം. ലൈക്ക് നമസ്കാരമുള്ള കടപ്പാട് എൻ്റെ ജീവിതം മുഴുവൻ എനിക്കുണ്ടാവും. അതേപോലെ തന്നെ സേവാഭാരതി, എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന, ചെറുപ്പം മുതൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ആശയത്തോട് സേവാഭാരതി ഈ ഒരു പ്രൊജക്റ്റിൽ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ശക്തിയാണ്, എൻ്റെ ഒരു കരുതലാണ്. ഓക്കെ, അപ്പോൾ സേവാഭാരതി താങ്ക് യു സോ മച്ച്. ഹരീഷൻ നമ്പൂരിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ ഗണപതി ഹോമം കഴിച്ചു. അതേപോലെ തന്നെ 2019 ദുബായിൽ എനിക്ക് ഒട്ടനവധി സഹായങ്ങൾ ചെയ്ത് എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്നവരെ ഹരിയേട്ടനായിരുന്നു. മീൻസ് എൻ്റെ വൈഫ്, പിന്നെ ഹരിയേട്ടന് സ്വന്തം മോളെ പോലെ കരുതുന്ന എൻ്റെ വൈഫ്, നമ്മുടെ ഫാമിലിയിൽ വളരെ അടുത്ത ബന്ധമുള്ള ഹരിയേട്ടൻ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ ടുഡേ. ആൻഡ് ഹരിയേട്ടന് ഈ ഒരു എന്താ പറയുക പുണ്യമുഹൂർത്തത്തിൻ്റെ സാക്ഷിയാവണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. ഹരിയേട്ടന് വളരെ തിരക്കുകളിൽ നിന്നാണ് ഓടി വരുന്നത്. താങ്ക് യു സോ മച്ച് സർ. കുട്ടനെ പറ്റി പറയാൻ നമുക്കൊന്നും ഒഫീഷ്യലായിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിൽ അത്രയും ആത്മബന്ധമുള്ള ആൾക്കാരാണ്. എൻ്റെ മാമനും കുട്ടൻ്റെ വീട്ടുകാരും വളരെ മീൻസ് എന്താ പറയുക ഫ്രണ്ട്ഷിപ്പിൽ ഉള്ള ഒരു 2 കുടുംബങ്ങളാണ്. അപ്പോൾ ആ ബന്ധം ഞങ്ങൾ ഇന്നും തുടരുന്നു. കുട്ടനാണ് ആക്ച്വലി ഈ ഒരു ഫാമിലിയെ പറ്റി എന്നോട് പറയാനും ഏറ്റവും അർഹതപ്പെട്ട, നമസ്കാരം നേരത്തെ സൂചിപ്പിച്ചാൽ അർഹതപ്പെട്ടവർക്ക് ഒരു അവകാശമായിട്ട് നമുക്ക് ഈ ഓണസമ്മാനം കൊടുക്കാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച് കുട്ട. അതേപോലെ തന്നെ അനൂപ്, ലൈഫോണിക്കിൻ്റെ അനൂപ്, അദ്ദേഹം ഇന്നിവിടെ സംസാരിക്കാൻ വന്നില്ലെങ്കിലും ഉറപ്പായിട്ട് എൻ്റെ സംസാരം കേട്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അടുത്ത പ്രാവശ്യം എന്തായാലും സംസാരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അനൂപിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു പ്രതിരൂപമാണ്. ഞാൻ പറഞ്ഞ സൗന്ദര്യത്തിലല്ല, അദ്ദേഹം എന്നെക്കാളും വളരെ വളരെ സുന്ദരനാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ജയറാമിൻ്റെ ഒരു കട്ടുണ്ട് അനൂപിന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു വളരെ ഒരു ഭാവ വ്യത്യാസമുണ്ട്, അതെല്ലാവരും പറയണമെന്ന് പറഞ്ഞു. ഒരു ചിരിപോലുണ്ട് ഓഫ്കോഴ്സ്. അപ്പോൾ അനൂപിനെ പറ്റി പറയുകയാണെങ്കിൽ ജോക്സ് അപ്പാർട്ട്, ഹി ഹാസ് ബീൻ ലൈക്ക് എന്താ പറയുക, നമ്മളെ തന്നെ കാണുന്ന പോലെയാണ്. എൻ്റെ എല്ലാ ആശയങ്ങളുമായിട്ട് അദ്ദേഹത്തിന് പൊരുത്തമുണ്ട്. നമ്മുടെ എല്ലാ ആശയങ്ങളും ലൈക്ക് ഈ ഒരു ചാരിറ്റിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ട് ഇപ്പോൾ തന്നെ അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്ക്. നമ്മൾ ലൈഫോണിക്കിനെ പറ്റി പറയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേര് വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ടും എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു പേരായിരിക്കും, ലൈഫോണിക് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ്. വി വിൽ ഡെഫിനറ്റ്ലി ബ്രിങ് യു എ സർപ്രൈസ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. അത് പറഞ്ഞു. താങ്ക്സ് അനൂപ്. അതേപോലെ തന്നെ ഡോക്ടർ രതീഷ്, ഇപ്പോൾ തന്നെ നമ്മൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടുതന്നെ നമ്മൾ വളരെ വലിയൊരു ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ താങ്ക്സ് ഡോക്ടർ രതീഷ് ഫോർ കമ്മിങ് ഇൻ. അതേപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ ക്ലയൻസിനും, വൈരൽ ക്യാപിറ്റലിൻ്റെ എല്ലാ ക്ലയൻസിനും, ഞങ്ങളുടെ ഫ്യൂച്ചർ ക്ലയൻസിനും ഉറപ്പായിട്ട് ഞാൻ പറയാം, നമുക്ക് ഇനിയിപ്പോൾ 100 കണക്കിന് നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചോട്ടെ, നമ്മൾ കൊടുക്കുന്ന PMS ഫണ്ട്, അതായത് വെൽത്ത് മാനേജ്മെന്റ് ഫണ്ട്, അതിൽ കൊടുക്കുന്ന ഡിവിഡൻഡ് പോലും നമ്മളിവിടെ മീൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ടാക്സ് നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് നമ്മൾ തിരിച്ചു തരുന്നത്.
ഇപ്പം ആദ്യമായിട്ട് നമ്മുടെ ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്ന തിരുനീലകണ്ഠൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഒരു കസ്റ്റമർക്കാണ്. അദ്ദേഹം തമിഴ്നാട്ടിലുള്ള എത്രയോ മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഈ പ്രൊഫഷണൽസിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ കൂടെ ഇപ്പോഴും നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു സാക്ഷ്യപത്രമായിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ ടാൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെ നിയമപരമായി അതുപോലെ ടാക്സ് പരമായി എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ എല്ലാ ക്ലയൻസിനും ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ക്ലയൻസിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയും ചെയ്യാണ്. അതേപോലെ തന്നെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നുള്ള സഹായം ഞാൻ ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഞാൻ പണ്ട് ടി വിയിൽ കണ്ടിട്ടുള്ള ഒരു ആഡ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് there are some things in life which are priceless. For others you can use this card എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ വിലയിടാൻ പറ്റില്ല. അതേപോലുള്ളൊരു സന്തോഷമാണ് എനിക്ക് ഇന്ന് അശ്വന്തിന്റെ ഈ കുടുംബത്തിനെ കാണുമ്പോൾ ഉള്ളത്. ഇന്നലെ തന്നെ ഈ ഒരു കാര്യം ഞാനും കൂട്ടിനും പോയിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണിലുണ്ടായ ആ ഒരു ചാരിതാർത്ഥ്യം, ആ ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചപ്പോൾ കോടികൾ പോലും ബില്യൺസ് ഓഫ് റുപ്പീസിന് തരാൻ പറ്റാത്തൊരു സന്തോഷമാണ് അത് തരുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്കും അനുഭവിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, മീൻസ് ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് നമ്മൾക്ക് വേണം, ഉറപ്പായിട്ടും വേണം. നമുക്ക് ഈ ഒരു 100 വീട് എന്നുള്ളത് ഞാൻ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് കൊണ്ടുവന്നതാണ്. ഉറപ്പായിട്ടും അതിലപ്പുറം ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ട് ഞാൻ ഈ അവസരത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയൊരു പ്രോജക്റ്റ് നമ്മൾ വരും ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഉറപ്പായിട്ടും കെൻസയുടെ നമുക്ക് അഗ്രിമെന്റ് കാര്യങ്ങൾ അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ആസ് പെർ ദ അഗ്രിമെന്റ് നമ്മളെല്ലാ കാര്യങ്ങളും വളരെ വിജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും മാത്രമേ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റിലേക്ക് കടക്കുകയുള്ളൂ. അപ്പോൾ എന്നിരുന്നാൽ പോലും തലശ്ശേരി എന്ന് പറയുന്ന എൻ്റെ സോൾ, എൻ്റെ ആത്മാവ് ഞാൻ വീണ്ടും തിരിച്ച് മീൻസ് തൊടാൻ വേണ്ടി പോവാണ്. ഐ ആം ഗോയിങ് ടു ടച്ച് ദാറ്റ് സോൾ അഗെയിൻ with a wonderful project which can be helpful for thousands of people as far as jobs are concerned, as far as investments are concerned. ഇപ്പൊ എല്ലാവർക്കും അറിയാം ബാങ്ക് ഡെപ്പോസിറ്റ് താഴെ പോവാണ്, റേറ്റ് ഇനിയും താഴെ പോകും. അതുപോലെ തന്നെ ഫ്ലാറ്റ്സ് ഒരിക്കലും ഒരു ആദായകരമായ ഒരു നിക്ഷേപമല്ല. ഇപ്പം റിയൽ എസ്റ്റേറ്റിൽ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഗോൾഡ് ഇത്രയും ഹൈയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് സെക്ടറിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസും കൂടുതൽ അതിലേക്ക് നിങ്ങൾ തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തും അതേപോലെ തന്നെ നിങ്ങളുടെ വെൽത്തും ഒരുമിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വലിയൊരു നല്ലൊരു പ്രോജക്റ്റ് ഞങ്ങൾ അടുത്ത് തന്നെ നമ്മൾ കൊണ്ടുവരും. അപ്പം ഇത്രയും ആൾക്കാരോട് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ശക്തിയായ എൻ്റെ സർവേശ്വരൻ, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അടുത്ത ഒരു സെക്കൻഡിൽ നമുക്ക് എന്തും സംഭവിക്കാം. അതായത് ദ നെക്സ്റ്റ് സെക്കൻഡ് ക്യാൻ റൂയിൻ യുവർ എൻറ്റയർ ലൈഫ്. നമ്മളെല്ലാവരും വണ്ടികളൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഒരു അഹങ്കാരം ഒരിക്കലും തോന്നില്ല. ഓക്കെ. അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൊറോണയുടെ സമയത്ത് നിങ്ങൾ ആരും പിൻവലിഞ്ഞ് നിൽക്കരുത്. ഒരു പ്രൊഫഷനിലും, അതായത് നിങ്ങൾ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങൾ വേറെ എന്തെങ്കിലും ജോലിയിലായിക്കോട്ടെ, ഇതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. Please try to convert this obstacle into an opportunity, because you will get good deals on ads. You will get fewer competitors on the ground, on the market. So it's the right time. That's exactly what we did. So I want all of you to do that, because നമ്മൾ എല്ലാവരും GDP -23% പോയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തുപിടിച്ചിട്ട് നമ്മുടെ കൺട്രീനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. സോ ബീങ് ഇൻ ടു ദിസ് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി, ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ബി ഓൺ യുവർ ടോസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഈ ഒരു എന്താ പറയാ ആശയം പുലർത്തുന്ന ഈ ഒരു സംഘടനയോട് എൻ്റെ നന്ദി പറയാണ്. ബിക്കോസ് സേവാഭാരതിയുടെ ഹെൽപ്പ് ഞാൻ വളരെയധികം ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം, നിങ്ങളെല്ലാവരും നമ്മുടെ പൂജനീയനായ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഡ്രീംസ് കാണാനാണ് അദ്ദേഹം എപ്പോഴും ആവശ്യപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് മാത്രമൊരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ വലിയ വലിയ കുറെ അച്ചീവ്മെന്റ്സ് നമുക്ക് ഓൾറെഡി പറയാൻ പറ്റും ഈ ആറ് കാലത്തെ ഭരണം കൊണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്താണ് അദ്ദേഹം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, മുന്നേ ഞാൻ 26 രാജ്യങ്ങളിൽ പോയ ഒരാളാണ്, താങ്ക്സ് ടു മൈ SSC പൊട്ടൻഷ്യൽ സ്റ്റിൻറ്റ്. അവിടെയൊക്കെ മുന്നേ പോകുമ്പോൾ ഉള്ള ഒരു പെരുമാറ്റമല്ല ഇന്ന് നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ കിട്ടുക. മുന്നെയൊക്കെ നിങ്ങൾ യു ആർ ഓൺലി വൺ അമംഗ് സാർക്ക് കൺട്രീസ്, ബട്ട് ഇന്ന് നിങ്ങൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു റെസ്പെക്ട്, അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അത് കൊണ്ടുവന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രിയാണ്.
അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഇന്ത്യ അടുത്തൊരു 4 വർഷം കൊണ്ട് ഒരു 5 ട്രില്യൺ US$, അതായത് 5 ട്രില്യൺ US$ എക്കോണമിയായി മാറണമെന്നാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രയത്നിക്കുക. സോ സർവേശ്വരനോട് ഒരിക്കൽ കൂടി എൻ്റെ ബിസിനസ് അസോസിയേഷൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പെങ്ങന്മാര്, എൻ്റെ അനിയന്മാര്, എൻ്റെ ഏട്ടന്മാര് ആയുള്ള എൻ്റെ എംപ്ലോയീസിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നവാസ്കയോട് പ്രത്യേകം ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ നന്ദി. ഇത്രയും 10-23 കിലോമീറ്റർ അദ്ദേഹം ട്രാവൽ ചെയ്ത് 25ഓളം കിലോമീറ്റർ അദ്ദേഹം ട്രാവൽ ചെയ്ത് ഇന്ന് ഈ ഒരു പരിപാടിക്ക് എത്തിയിരിക്കുകയാണ്. നവാസ്ക ഒരിക്കൽ കൂടി നവാസ്കയോടുള്ള നന്ദി ഞാൻ പറയുകയാണ്. നവാസ്കയുടെ സാന്നിധ്യം ഈ ഒരു പരിപാടിയുടെ മഹത്വം 10 മടങ്ങാക്കിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. സോ താങ്ക് യു സോ മച്ച് ടു ഓൾ ഓഫ് യു. ഞാൻ സംഭവം അല്ലേ